കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി പ്രകടിപ്പിച്ച് ചാണ്ടി ഉമ്മൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒഴികെ മറ്റെല്ലാവർക്കും ചുമതല നൽകി താഴെത്തട്ടിൽ വരെ പാർട്ടിക്കാരെ രണ്ടായി പരിഗണിക്കുന്നു. ഇതിന് മാറ്റമുണ്ടാകുമെന്നും ചാണ്ടി ഉമ്മൻ. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട കാര്യമില്ലെന്നും ചാണ്ടി ഉമ്മൻ. ഞാൻ പറഞ്ഞത്, ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അതിന് താഴെത്തട്ട് മുതൽ മേള് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാകുന്നു. അതിനകത്ത് KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ മറുപടിയല്ല. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ടിൻഡുദാസ് ശരിയാണ് വിവരങ്ങളുമായി. ടിൻഡു, ചാണ്ടി ഉമ്മന് അതൃപ്തി ഉണ്ട്, നീരസമുണ്ട്, പരാതി ഉണ്ട് എന്ന് വ്യക്തം. കഴിഞ്ഞ ദിവസം K മുരളീധരനും സമാനമായ വാക്കുകളായിരുന്നു എന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാം. ഏത് സാഹചര്യത്തിലാണ് ഇപ്രകാരം ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC പുനഃസംഘടന ഒരു വലിയൊരു ചർച്ചയായിരിക്കുകയാണ്. KPCC സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റണമെന്നും മാറ്റണ്ട എന്നും രണ്ട് പക്ഷം ഉയർന്നു വന്നിരിക്കുന്നു. നിലവിൽ ഇത്രയും കാലം തുടർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സാമുദായികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നതിലെ പിന്നോക്ക സമുദായത്തിൽ നിന്നും ഒക്കെ ഉള്ള നേതൃനിരയിലേക്ക് ആളുകളെ കൊണ്ടുവരണമെന്നൊരു ചർച്ച വരുന്നത്. മാത്യു കുഴൽനാടൻ, PC വിശ്വനാഥ് ആയിരുന്നെങ്കിൽ പിന്നീട് മാത്യു കുഴൽനാടൻ, റോജി M ജോൺ തുടങ്ങിയവരെ KPCC സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായിരുന്നു. അത് ചർച്ചകൾ നടക്കുകയാണ്. അതിന് പിന്നാലെ കൊടുക്കുന്ന സുരേഷ്, അങ്ങനെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ KPCC പുനഃസംഘടന അല്ലെങ്കിൽ ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന സുധാകരനെ പോലുള്ളവരെ മാറ്റേണ്ട ആവശ്യമില്ല, ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. അതോടൊപ്പം തന്നെ താഴെ തട്ടിലുള്ളവരെ തഴഞ്ഞുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. പിന്നീടുള്ളതെന്ന് പറയുന്നത് ഈ സാമുദായികപരമായിട്ടുള്ള രീതിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ളൊരു അതൃപ്തിയാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതായിരുന്നു VK ശ്രീകണ്ഠൻ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ആ ഒരു ഫോക്കസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രചരണവും അതോടൊപ്പം തന്നെ മറ്റ് പരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരുന്നത്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു പ്രധാന സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല. അത് എന്തിന്റെ പേരിലാണ്, അത് ആ സമയത്ത് നമ്മൾ പറയാനുള്ളതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അത് സംഘടനയെ പ്രതിരോധമാക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് പുറത്ത് പറയാതിരുന്നതെന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണവുമായിട്ട് നേതാവിന്റെ മകൻ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ പോലുള്ള ആള് രംഗത്തെത്തിയിട്ടുള്ളത്. വീണ്ടും ഒന്ന് ചേർത്ത് വായിച്ച് പറഞ്ഞുകൊള്ളട്ടെ ടിൻഡു. ഇന്നലെ K മുരളീധരനും സമാനമായ ഒരു പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. K സുധാകരനെ സംരക്ഷിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ചിലർക്ക് നേരെ ഒളിയമ്പുകൾ നെയ്തുമായിരുന്നു K മുരളീധരനും. അതിനെ തുടർന്ന് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെയും പ്രതികരണം, സമാനമായ പ്രതികരണം. K സുധാകരൻ തുടരട്ടെ, പക്ഷേ നേതൃനിരയിലേക്ക് മറ്റ് ചിലരാണ് വരേണ്ടത്. യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇനി ചില നേതാക്കൾ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണല്ലോ, മട്ടിലാണല്ലോ ഇവർ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ ചാണ്ടി ഉമ്മന് ആരോടൊക്കെയാണുള്ള എതിർപ്പ് അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് ആരോടൊക്കെ എതിരഭിപ്രായമുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് പ്രതികരണം. K മുരളീധരൻ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അറിയിച്ചിരുന്നുവെങ്കിലും പരസ്യമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായിട്ട് വേദി പങ്കിടാനോ
അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പിന്നീട് ചർച്ചകൾക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുമിച്ചുള്ള ഒരു നീക്കം മുന്നോട്ട് പോകാമെന്ന തീരുമാനത്തിലെത്തിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇവർക്കിടയിലെ അല്ലെങ്കിൽ മുരളീധരനിടയിലെയും അതോടൊപ്പം തന്നെ സുധാകരൻ, ഈ ചാണ്ടിയുമൻ തുടങ്ങിയ വ്യക്തികൾക്കിടയിലെ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിലവിലെ KPCC പുനഃസംഘടനയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നിലവിൽ ഇപ്പോൾ AICC ആസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 3 പേരെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും നിലവിൽ ഇപ്പോൾ സുധാകരൻ തന്നെ തുടരട്ടെ എന്നൊരു അഭിപ്രായമാണ് കൂടുതലായിട്ടും ഉയരുന്നത്. അനു. ശരി ടിൻഡു.